പ്രിയമുള്ളവരെ, ഞാനിത് വിജിലൻസിന് കൈമാറുകയാണ്. എനിക്ക് എൻ്റെ സ്വന്തം ജാതിയിൽ എൻ്റെ സ്വന്തമായിട്ട് എല്ലാ രേഖകളും ഉണ്ടായിട്ടും എന്നെ എൻ്റെ സമൂഹത്തിൽ അംഗീകരിക്കാത്ത ഒരു സഭ എനിക്ക് എന്തിനാണ് അരയ സമുദായം അല്ലെ ധീവര സമുദായം എന്ന് പറയുന്ന സമുദായം ആ ഒരു സഭയിൽ അംഗീകരിക്കാത്തത്? സ്വന്തം സമുദായത്തിൽ അല്ലാതെ വേറെ ഏതോ ഒരു സമുദായത്തിൽ നിന്ന് ഉദയകുമാറും അവർ പിത്തൂർ തറവാട്, പ്രീത നിവാസ്, പിന്നെ മേലെപ്പറമ്പ്, ഇവിടുന്ന് എങ്ങനെയൊക്കെയോ ഉണ്ടായ സന്തതികളെ കൊണ്ടുവന്ന് ഇതിൽ ഈ ധീവര സമുദായത്തെ ചേർത്തിച്ച് അവർക്ക് ജോലിയൊന്നും ഇല്ലാത്തതിന് പട്ടികവർഗം മലയേറിയ സമുദായത്തെ ചേർത്തിട്ട് അവിടവുമായിട്ട് ലിങ്ക് ചെയ്യുന്ന ഇത് പിണറായി വിജയനെ സഹായിക്കാനാണെങ്കിൽ ഞങ്ങൾക്ക് ധീവര സമുദായത്തിന് അതിൻ്റെതായ ഒരു പവറുണ്ട്, അതിൽ നിന്നാൽ മതി. ഇതെന്ന് പറയുന്നത് അവിടെ പണ്ഡിറ്റ് കറുപ്പൻ്റെയും ചെമ്പിലരേൻ്റെയും കുടുംബത്തിൽ കടന്നു കയറിയ അവരുടെ റെക്കോർഡുകൾ, രേഖകൾ, പരമ്പരാഗതമായിട്ടുണ്ടായിരുന്ന രേഖകൾ തിരുത്താനും ഞങ്ങളുടെ ഉൾപ്പെടെ ഉള്ളത് തിരുത്താൻ വേണ്ടിയുള്ള നാടകീയ നീക്കമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മറ്റുള്ള പാർട്ടികളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് BJP കൊണ്ട് കോൺഗ്രസ് അതിന് എല്ലാവിധ സഹായങ്ങളും പ്രൊട്ടക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറേ ആൾക്കാരെ ഞങ്ങളുടെ സമുദായത്തെ തകർന്നു. നിങ്ങളോർക്കും ഞങ്ങളുടെ സമുദായം മാത്രമല്ല, നിങ്ങളുടെ സമുദായങ്ങളും ഇതുപോലെ തകർക്കപ്പെടും. അത് മോകടൻ എൻ്റെ വീട്ടിലെ 2 പേരാണ്, ഉദയകുമാർ, പ്രതാപ്കുമാർ. ഇവരെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? അവർ ഇതാണ് പതിയ സമുദായം, പിന്നീട് ഒന്ന് വേട സമുദായം, ഒന്ന് ക്രിസ്തു മതത്തിലുള്ള വിവിധ വെറൈറ്റികൾസ്. അതെന്നത്തിന് ഞങ്ങളുടെ സമുദായത്തിലോട്ട് ആഡ് ചെയ്യുന്നത്? ഇത് എൻ്റെ അച്ഛന് MK നാരാണ്, MK ആനന്ദപല്ലി, അതിൻ്റെ കൃഷ്ണനരയനും അയ്യപ്പനരയനും എല്ലാം ഇവിടുത്തെ ചെമ്പിലരേൻ്റെയും ഒക്കെ മക്കളാണ്. ഇവരെ എന്നതിനെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കുറേ ആൾക്കാർ പൈസ വാങ്ങുക. എൻ്റെ അമ്മയുടെ ആൾക്കാരൊക്കെ പൈസ വാങ്ങിച്ചങ്ങ് കിടന്ന് എന്തൊക്കെയോ കാണിക്കുക. എന്നിട്ട് ഇവരെ കുറേ മന്ത്രവാദവും തന്ത്രവാദവും ഒക്കെ പഠിപ്പിച്ച് ഇങ്ങനെ ഉണ്ടാക്കുക. ഇവൻ കൊലപാതകിയാണ്. ഞങ്ങൾക്ക് ആർക്കും സംഭരണം കിട്ടുന്നില്ല. ഇവന് അച്ഛന് അവസാനം ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് അപ്പോഴത്തേക്ക് പറഞ്ഞു എന്നാൽ ഒരു കേസ് ഫയൽ ചെയ്ത് അങ്ങനെ ഇവനത് കിട്ടി. അവർ പറഞ്ഞു, അവിടെ ചെന്ന് കഴിഞ്ഞ് പിന്നീട് കുറേ കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു സംവരണം താങ്കൾക്ക് കിട്ടുകയില്ല. പിന്നെ ഇവൻ എങ്ങനെയൊക്കെയോ തപ്പി പിടിച്ച് നിൽക്കുമായിരുന്നു. അല്ലെങ്കിൽ പൈസ അടയ്ക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഇവന് പെൻഷനായി. ഇവൻ്റെ കാര്യം നോക്കിപ്പോയാൽ പോരെ. ഇവൻ എന്നത്തിന് ഞങ്ങളെ കൂടെ നശിപ്പിക്കാൻ വീണ്ടും വരുന്നത്. എൻ്റെ ആണെങ്കിൽ ജീവിതം തട്ടപ്പകയാക്കി അത് ഇട്ടിരിക്കുന്നതാണ്. ഇനി മേലെ എൻ്റെ സർവീസ് ബുക്കിലും മറ്റതിലും ഒക്കെ കാണിച്ച് വെച്ചതൊക്കെ അത് അങ്ങനെ പോയിക്കോട്ടെ, അത് നേരെ ഹൈക്കോടതിക്ക് പോകേണ്ടതാണ്. ഇനി മേലെ ഇങ്ങനെ ഡോണയ്ക്ക് ചിലപ്പം അതൊക്കെ ഡോണ പഠിച്ചിട്ടോ വിദ്യാഭ്യാസം ചെയ്തിട്ടോ ഒന്നുമല്ല. ഇവിടെ എന്നിട്ട് പറയുന്നത് എനിക്ക് മാനസിക രോഗമാണെന്നും കുറേ കള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടുള്ളൂ. ഇത് ഡോക്ടർ ഫെൻ എന്ന് പറയുന്ന ആളുടെ സർട്ടിഫിക്കറ്റ് ഞാൻ വേണേൽ കാണിച്ചു തരാം. ഫെൻ എഴുതിയത് എന്താണെന്ന്. ഇവർ കൊണ്ടുപോയി മയക്കുമരുന്ന് എനിക്ക് തന്നതിൻ്റെ ഫലമായിട്ട് ആഡിഷൻ പ്രകാരമാണ് എനിക്ക് അങ്ങനെ വന്നത്. പിന്നീട് എനിക്ക് അതിനനുസരിച്ച് ഞാൻ ഗുളിക കഴിച്ചാൽ അതിൻ്റെ ഇത് കുറവായിട്ടുണ്ട്. ഞാൻ അങ്ങനെ ജീവിക്കുന്നിടത്ത് ഇവൻ വേറെയും ചില പണികളുമായിട്ട് വരുന്നു. ഞാൻ അവിടെ ഇനി താമസിക്കില്ലെന്ന് പറഞ്ഞു. ഞാൻ പത്തനംതിട്ട ഇവൻ അവിടെ വരുത്തണമെന്നും എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങണമെന്നും എന്നിട്ട് ഞങ്ങളുടെ തിരുത്തണമെന്നും ഒക്കെ കണ്ടായിരുന്നു ഇവനിരുന്നത്. എന്നെ കൊല്ലാൻ വരെ ഇരുന്നതാണ് ഇവനെ അറസ്റ്റ് ചെയ്യണം. ആ പള്ളിയിൽ എന്നാണെന്നറിയോ, കിഴക്കൻ മുത്തൂറ്റിലെ ഓർത്തഡോക്സ് പള്ളിയിലെ ആളാണ് ഇവൻ ടീച്ചറാണെന്നും പറഞ്ഞാണ് നടക്കുന്നത്. പക്ക കള്ളൻ, മന്ത്രവാദവും തന്ത്രവാദവും. എന്നിട്ട് പിന്നീട് ഇവിടെ വന്നേച്ച് ഇതൊക്കെ പറയേണ്ട കാര്യം എന്നത്തിനാ? എന്നിട്ട് ഒരു ജഗദമ്മയുണ്ട്, ആ ജഗദമ്മയുടെ മോൻ കൺവെർട്ട് ചെയ്തെങ്കിൽ അവൻ പൊക്കോട്ടെ, അല്ലെങ്കിൽ ആൻറ്റിയരേൻ്റെ മോള് പോയെങ്കിൽ അങ്ങനെ പൊക്കോട്ടെ, അല്ലെ മോൻ പോയെങ്കിൽ അങ്ങനെ പൊക്കോട്ടെ. ഞങ്ങൾക്ക് എന്നാ വേണം? ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ നിൽക്കാനാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അത് ഞങ്ങൾ നിൽക്കുകയും ചെയ്യും. അതിന് ആരും ഏത് രാഷ്ട്രീയ പാർട്ടിയും കൂട്ടു നിൽക്കേണ്ട കാര്യമില്ല. പ്രിയമുള്ളവരെ, എല്ലാ ധീവരസഭാ അംഗങ്ങളും എനിക്ക് സപ്പോർട്ട് ചെയ്യണം. ഞാനൊരു ധീവര സമുദായത്തിലാണ്. ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ റിപ്പോർട്ട് ചെയ്തത്.
വെറും ചോറും ഉപ്പും വെള്ളവും ഉപയോഗിച്ച് ഞാനും എൻ്റെ അച്ഛനും അമ്മയും കഴിച്ചതാണ്. പിന്നീട് ഞങ്ങൾക്ക് മുളകായിരുന്നു, പിന്നീട് ചമ്മന്തിയായിരുന്നു, പിന്നീട് വല്ലപ്പോഴും മീൻകറി. അത് ഞാൻ കൂട്ടാറില്ലായിരുന്നു. ഞാൻ വെറും ഉപ്പും മുളകും ഒക്കെയായിരുന്നു. ഇത് എൻ്റെ ഭാര്യയുടെ വീട്ടിൽ അവരും എന്നെ കൊല്ലാക്കൊല ചെയ്യുമായിരുന്നു. ഞാൻ ഉടൻ തന്നെ കേസ് വിജിലൻസിന് വിടുവാണ്. ഇത് മാരിയ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ഞാൻ വിജിലൻസിന് വിടുകയാണ്. നടപടി സ്വീകരിക്കട്ടെ. അടവശിച്ച് ആരാണെന്നുള്ള ഇതിൻ്റെ തെറ്റുകാരാരാന്നുള്ളത് കണ്ടുപിടിക്കും. ഇവരെ എന്നാത്തിന് എൻ്റെ കല്യാണത്തിന് വന്നു അവിടെ ബന്ധുവാന്നും പറഞ്ഞിട്ട് എൻ്റെ ഫോട്ടോ കയറി നിന്നിട്ട് ഫോട്ടോ എടുക്കേണ്ട കാര്യം എനിക്കറിയില്ലായിരുന്നു. ഇവർ ബന്ധുവാന്നും പറഞ്ഞാൽ കൊണ്ടുവന്നത്. ഇങ്ങനത്തെ കള്ളത്തരമൊക്കെ അവർ കാണിച്ചേക്കുന്നു. എന്നിട്ട് ഒരുത്തി പറഞ്ഞു നായരാന്നും പറഞ്ഞ് കൊണ്ടുവന്ന് വെച്ച് എന്നെ എൻ്റെ മോനെയും ഭീഷണിപ്പെടുത്തുന്നു. പിന്നീട് അവസ്ഥ ഭയങ്കരമായിരുന്നു. ഇപ്പോഴും എന്നിട്ട് ഞാൻ അവർക്ക് ഭക്ഷണവും മറ്റേതിനും എല്ലാം പൈസ കൊടുക്കുക. ഇപ്പം 2 മാസത്തെ ഞാൻ അതിനു വേണ്ടി കിടന്ന് പ്രയത്നിക്കുകയാണ്. എൻ്റെ മോനെ കൊണ്ട് പറയിപ്പിക്കുകയല്ല, അവനെ ഭീഷണിപ്പെടുത്തുകയാണ്. അവന് വെറും 14-15 വയസ്സേ ഉള്ളൂ. അവനെയാണ് ഇയാൾ രണ്ടും ഉദയകുമാറും ഡോണയും പ്രതാപൻ്റെ ഭാര്യയും ഒക്കെ ഭീഷണിപ്പെടുത്തുന്നത്. കുറേ ആൾക്കാരും അറസ്റ്റ് ചെയ്യേണ്ടതായ ഇയാൾക്ക് വോട്ട് കൊടുക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല. അത് ധീവര സമുദായം തീരുമാനിച്ചോളൂ. ധീവര സമുദായമാണ് തീരുമാനിക്കുന്നത്. ഇവനാരാ? ഞങ്ങളാരും അവിടെ വരികയല്ല. ഞങ്ങൾ പത്തനംതിട്ടയിലേ വരികയാണ്. ഞങ്ങൾക്ക് ആ സംബന്ധം വേണ്ട. ഞങ്ങൾ ഞങ്ങളുടേതായ കാര്യങ്ങളുമായിട്ട് പോകും. ഞങ്ങളുടെ മറ്റവരെ എന്നാ ചേർത്തില്ലല്ലോ. അവരെ ചേർത്തെങ്കിൽ പൊക്കോട്ടെ, അവർ പൊക്കോട്ടെ. ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് ആ മലയരേൻ്റെ ഇത് വേണ്ട. മേട്ടൂർ രാമനും മറ്റവനും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. കേസ് കൊടുക്കാനുണ്ടായിരുന്നല്ലോ. എന്നെയും എൻ്റെ അച്ഛനെയും കൊണ്ട് സാക്ഷിപത്രം എടുത്ത് ഹൈക്കോടതി വാങ്ങിച്ചതിന് ഇപ്പം എന്താ സാക്ഷിപത്രം വാങ്ങാത്ത? എന്നിട്ട് കുറേ ചിരിച്ചല്ലോ പന്തളം സുധാകരനും മറ്റവരും ഒക്കെ. ഇനിയും അത് വേണ്ട. ഞങ്ങൾ ഉള്ളത് കൊണ്ട് ജീവിച്ചോളാം.